നാളെ രാവിലെ 11:01 സാറിന്റെ പേര് കാർത്തികേയൻ എന്നതിന് പകരം കാർത്തിയായിനി എന്നാക്കാൻ തയ്യാറായിക്കോളൂ. അതായത് ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഇവിടെ ദിസ് എൻട്രൻസ് ആൻഡ് ദിസ് എൻട്രൻസ് ഇവിടെയൊക്കെ പോലീസ് പിക്കറ്റ് ഉണ്ടാവണം. ഈ പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യവേട്ട നാളെ നടക്കും. ഒരു പഴുതും ഉണ്ടാകരുത്. നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഒരു കാറും കോടതിയിൽ പ്രവേശിക്കരുത്. ബഷീർ കോടതിയിലെത്തുന്നത് അയാളോടൊപ്പമായിരിക്കില്ല. അതിനുള്ള തന്റെ ഇടം ആ വക്കീലിനില്ല. ഇനി അയാളെ കൊണ്ടുവരുന്നത് ആരായിരുന്നാലും ശരി, യു ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി ഈവൻ ഇഫ് യു ഹാവ് ടു യൂസ് ഫോഴ്സ്. ഐ റിലൈ ഓൺ യു. താങ്ക് യു. ഈ ലെറ്റർ ഗീത തന്നെ ജസ്റ്റിസിന്റെ പേഴ്സണലായിട്ട് കൊടുക്കണം. ശരി. അച്ഛനെ, ഇതിൽ എന്റെയും ബഷീറിന്റെയും വസ്ത്രങ്ങളാണ്. ബാർ അസോസിയേഷനിൽ വെച്ചാൽ മതി. നിങ്ങൾ വെക്കുള്ളൂ. സാറെങ്ങനെ? ഞാനവിടെ ഉണ്ടാകും ഗീതേ, ധൈര്യമായിട്ട് വെക്കൂ. You are the manager? Yes, sir. Rooms എല്ലാം ഓക്യുപ്പൈഡ് ആണോ? ഇന്നലെയായിരുന്നു ഇനോഗ്രേഷൻ, അതുകൊണ്ട് 2 റൂംസ് ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. എല്ലാം ചെക്ക് ചെയ്തു? സർ. യു ബി ഹിയർ. സർ. Everything is okay? Yes, sir. ഇവിടെയെല്ലാം സേഫ് ആണല്ലോ? Yes, sir. ഞാൻ ഹൈക്കോടതിന്റെ അവിടെ ഉണ്ടാവും.
ഇറങ്ങിയോ? വാ. വാന്ന്. Destiny is produced, my lord. നിങ്ങൾക്ക് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. I request my lawyers, friends and others to vacate the court for some time. Mani, sir, door close to you. കമ്മീഷണർ സാർ. കാർത്തിയായനി. പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. ഞാനൊരു ജോലി അന്വേഷിച്ച് എന്റെ സുഹൃത്തായ ബാപ്പുട്ടിയെ കൂട്ടി കൊച്ചിയിലെ ഗ്രീൻ വാട്ടർ ഫിഷറീസ് എന്ന കമ്പനിയിലെത്തി. വാടാ, ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നു, എല്ലാം ശരിയാവും. സാറകത്തുണ്ടോ? അതുണ്ട്. നീ ഇവിടെ നില്ലേ, ഞാനിപ്പോ വരാം. നമസ്കാരം. അല്ല എന്നിട്ട്? ഓ, അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെന്നേ. അപ്പോ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും നമ്മൾ കാണും. അലയൻസിന്റെ കാര്യം അവിടെ വെച്ച് തീരുമാനിക്കാം. ശരി. വാ. സാഗർ റാണിയുടെ പ്രമേയം അടുത്ത മാസം ആദ്യം ഡ്യൂ ആണ്. അതൊക്കെ സ്വാമി ഇവിടെ വന്ന് വാങ്ങിച്ചോണം. ഞാൻ ഓർമ്മിച്ചത് വരില്ല. ഓ ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാർ, ഇതാ ഞാൻ പറഞ്ഞ ബഷീർ. നമസ്കാരം. ആ, ഇതിനു മുമ്പ് ഫിഷിംഗ് ട്രോളിൽ പോയി ജോലി ചെയ്ത് പരിചയമുണ്ടോ? ഉണ്ട് സർ. താൻ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? വിശാഖപട്ടണത്ത് കോറമാൻഡൽ ഫിഷറീസിൽ. പിന്നെന്താ ഇങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ കാലാവസ്ഥ എനിക്കത്ര പിടിച്ചില്ല. പിന്നെ വീട്ടിൽ ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. എവിടെയാ തന്റെ വീട്? സ്വന്തം വീടങ്ങ് വടക്ക. പാപ്പ മരിച്ച ശേഷം പെരിങ്ങോട്ട് കുറച്ച് സ്ഥലവും വീടും വാങ്ങി. ഇപ്പൊ അവിടെയാ താമസം. ജോലി തരാം, പക്ഷെ ഒരു കാര്യം, 3 മാസം നോക്കും. പറ്റയില്ലേ പിരിച്ചുവിടും. സമ്മതമാണോ? ശരി സർ. എന്നാ തിങ്കളാഴ്ച മുതൽ വന്നേക്ക്. എടാ വില്യംസേ, അലയൻസിന്റെ കാര്യം ശരിയാവുമെന്നാ തോന്നുന്നത്. ഒക്കെ ശരിയായ സാറേ. സാറൊന്ന് മന്ത്രിയായി കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ആ, പിന്നെ വില്യംസേ, നാളെ ഞാൻ ട്രിവാൻഡ്രം പോവാണ്. നമുക്ക് പാർട്ണർഷിപ്പ് സാറിന്റെ ഭാര്യയുടെ പേരിലാക്കിയ പോലെ മതി, ധൃതിയൊന്നുമില്ല. ഈ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ചെലവാ. ഇലക്ഷൻ ഓർമ്മയുണ്ടല്ലോ. സാർ ധൈര്യമായിട്ട് പൊക്കൂ. എന്ത് വേണമെന്ന് വെച്ചാ നേരത്തെ ഒന്ന് അറിയിച്ചാ മതി. വില്യംസേ, അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാറേ.
സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സാറ് വെക്കൂ, ഞങ്ങൾക്ക് കടലിലോട്ട് പോകണം. വേഗമാകട്ടെ, ഇന്ന് നല്ല കോളാ. വന്നേ. നീ ആ റോപ്പ് വലിക്കേ. വലിയ ചതിവായിപ്പോയി. എന്താ? ഈ ട്രോളർ വിൽക്കാൻ പോകുന്നു തായ്വാൻകാർക്ക്. തായ്വാൻകാർക്കോ? വില്യം സാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവർ ഈ ട്രോളർ പുറംകടലിൽ വെച്ച് തായ്വാൻകാർക്ക് കൈമാറും. എന്നിട്ട് ട്രോളർ മുങ്ങിപ്പോയതായി പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം വാങ്ങും. അപ്പൊ നമ്മുടെ കാര്യം ബോധം വന്നപ്പോ ഞാനൊരു ചരക്ക് കപ്പലിലായിരുന്നു. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ക്യാപ്റ്റനും മറ്റേ ജോലിക്കാരും. വല്ലാത്ത ക്ഷീണമായിരുന്നു. ക്രമേണ എന്റെ ഓർമ്മകൾ മങ്ങി. ട്രോളുകളിലെ എല്ലാ ജോലിക്കാരെയും
അവർ കൊല ചെയ്തോ? ഞങ്ങൾ 3 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മുതലാളിയുടെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വകവരുത്താനേ അവർ ശ്രമിച്ചിരുന്നുള്ളൂ. തന്നെ ജയിലിൽ നിന്ന് ആരാ രക്ഷിച്ചത്? ആരോ വന്ന് കൂട്ടിക്കൊണ്ടു പോയതായി മാത്രം ഞാൻ ചെറുതായി ഓർക്കുന്നു. അവർ ആരാണെന്ന് എനിക്കറിയില്ല. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ആളെ കൊന്നതും ഈ കൂട്ടർ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അതെ സർ. മാനേജർ എന്നെ തിരിച്ചറിഞ്ഞാൽ മുങ്ങിപ്പോയ സാഗർ റാണി വീണ്ടും പ്രശ്നമാകും. ഇൻഷുറൻസുകാരെ വഞ്ചിച്ച വിവരം പുറത്തു വരും. ഇത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ അവർ തരും. പേടിക്കണ്ട ബഷീറെ, ധൈര്യമായിട്ട് വയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. കോടതിയുടെ മുമ്പിലാണ് നീ സത്യം പറഞ്ഞിരിക്കുന്നേ. രാജു, നീ കൂടെ ചെല്ലും. ശരി. ഈ സാറൂടെ വരും. എന്താ പോരെ? ആശാനെ, ഇവർക്ക് പോകാനുള്ള കാർ പറഞ്ഞിട്ടില്ലേ? എത്തിയോ? എത്തി സാർ. ഇതേ 3-4 പേപ്പറിൽ കൂടെ ബഷീറിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലും. ശരി സർ. ഹലോ, അതെ, കൊടുക്ക. അതെ, ഉടനെ വരാം. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ വാസി? പറയാം. കൺഗ്രാചുലേഷൻസ് ഭാസ്കര പിള്ളേ. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും അവസാനം നിങ്ങൾ വിജയം കണ്ടെത്തി. എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. ഇതിൽ കവിഞ്ഞ ഒരു പാരിതോഷികവും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് വാക്കുകളിൽ നിർത്തുന്നത്. താങ്ക് യു സർ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണത്തെ നേരിടാൻ ആഭ്യന്തരമന്ത്രി കേശവൻ രാജിവെച്ചു. അതോ വെപ്പിച്ചോ? രണ്ടും ഒന്ന് തന്നെ ആടോ വക്കീലേ. പിന്നെ വില്യംസിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത്? ഇതൊന്നും അറിയാൻ എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ടല്ല, നിങ്ങളൊരാളില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. അതിന് പ്രത്യേകം നന്ദി. എന്റെ ഒരാളിന്റെ മാത്രം പ്രയത്നം കൊണ്ടല്ല സാർ ഇതൊക്കെ സാധിച്ചത്. മിസ്റ്റർ എക്സ് ആയിട്ടാണെങ്കിലും എന്നെ അകമഴിഞ്ഞ് സഹായിച്ചതിന് സാറിനോടും എനിക്ക് നന്ദിയുണ്ട്. എന്ത് മിസ്റ്റർ എക്സോ? ഉം. ഞാനോ? ഉം. ഏത് മിസ്റ്റർ എക്സ്? എന്ത് മിസ്റ്റർ എക്സ്? എന്താ മിസ്റ്റർ ഭാസ്കരപിള്ള? കള സാറേ, അഭിനയൊക്കെ അങ്ങ് അസംബ്ലി പോരെ, ഇവിടെ വേണോ? വാസ്തവത്തിൽ ബഷീർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്പം കടന്ന കൈയായിട്ടാണെങ്കിലും ബഷീറിനെ നിങ്ങൾ തന്ത്രപൂർവ്വം ജയിൽ ചാടിച്ചത്. ആരോപണം, കടുത്ത ആരോപണം. ജയിൽ ചാടാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു. ബഷീർ രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്കെന്താണോ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് താഴെ വീഴുകയരുത്, അല്ലേ? എന്താ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് ശിഷ്ടകാലാവധി തലവേദന കൂടാതെ ഭരിച്ചു തീർക്കാൻ. കേശവന്റെ ഭൂതകാലം സാറിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതേ തൊട്ടാൽ കേശവൻ തെറ്റും. കേശവൻ തെറ്റിയാൽ കൂടെയുള്ള 12 MLA തെറ്റും. അതോടെ മന്ത്രിസഭ താഴെ വീഴും. പിന്നെന്ത് മാർഗം? അപ്പോഴാണ് ബഷീർ ഭാഗ്യത്തിന്റെ രൂപത്തിൽ സാറിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്, കേശവന്റെ ഭൂതകാലം കുഴിക്കാൻ. ഇപ്പൊ മനസ്സിലായോ സാറേ? സമ്മതിച്ചിരിക്കുന്നടോ കുറുക്ക. പിന്നെ ഒരു കാര്യം, മുഖ്യമന്ത്രി എക്സാണ് വൈയാണ് എന്നൊന്നും പറഞ്ഞു വരുത്തിയേക്കരുത്. പത്രക്കാരെ എന്നെ എങ്ങനെയെങ്കിലും സേവിച്ചേ അടങ്ങുമെന്നും പറഞ്ഞു നടക്കുകയാണ്. അവരുടെ ചെവിയിലെങ്ങാനും എത്തിപ്പെട്ടാൽ അതോർത്ത് സാറ് പേടിക്കണ്ട. കാര്യം സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരാളെ സഹായിച്ചതല്ലേ, അതേതായാലും ഞാൻ മറക്കില്ല. പിന്നൊരു കാര്യം, സബ് ജയിലിലെ ഒരു സൂപ്രണ്ട് അടക്കം 4-5 പേര് സസ്പെൻഷനില്ല. ആർക്ക് വേണ്ടിയാണ് അവർ ബലിയാടായെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊക്കെ താൻ പറഞ്ഞിട്ട് വേണോടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, പഴുത്തില വീഴുമ്പോ പച്ചില ചിരിക്കും. സാർ ഒരു കാലത്ത് പഴുക്കും, അത് മറക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് അല്പം സ്വാർത്ഥതയുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷേ പരോക്ഷമായ ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നതിനെ അത് സഹായിച്ചു. ഉണ്ടോ? എങ്കിൽ എന്തിനീ സംശയം ബാക്കി? അകത്തുനിന്ന് ആരെങ്കിലും മന്ത്രിക്കുന്നുണ്ടോ ചെയ്തത് തെറ്റായി പോയെന്ന്? അധികാരത്തിനോടുള്ള ഈ കൂറ് ഈ രാജ്യത്തോടും ജനങ്ങളോടും കാണിച്ചിരുന്നെങ്കിൽ സത്യം നേരത്തെ പുറത്തു വരുമായിരുന്നില്ലേ? സാർ, അല്പമെങ്കിലും നന്മ നിങ്ങളിൽ ബാക്കിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ശ്രദ്ധിച്ചില്ലെങ്കിൽ
you will also become another political waste.